എന്താ മക്കളെ ഇവിടെ പരിപാടി? എൻ്റെയും ദേവുട്ടിയുടെയും മുന്നിൽ അന്തം വിട്ട് കുന്തമിഴങ്ങി നിൽക്കുന്ന ശരത്തിനെയും വർഷയെയും നോക്കി ഞാൻ ചോദിച്ചു. അത് അത് പിന്നെ ബ്രോ, നത്തിങ്. ഞാൻ കുട്ടിയോട് പുതിയ സിനിമ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. സിനിമ ചോദിക്കാൻ ഇവിടെ എന്താ, ആമസോൺ പ്രീമിയം വല്ലതുമാണോ അതോ ടെലിഗ്രാമോ? അവൻ പറഞ്ഞതിന് പിന്നാലെ ഞാൻ ചോദിച്ചു കേട്ട് വർഷ ശരത്തിനെ നോക്കി പല്ലിറുമി. അത് കണ്ട് ഞാനും ദേവുട്ടിയും അവർ കാണാതെ ഇടങ്ങണിട്ട് നോക്കി ചിരിച്ചു. ശരത് അവളെ കളിയാക്കി ഒരു അവിഞ്ഞ ചിരി പാസാക്കി പതിയെ എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ചെറിയ കയ്യബദ്ധം അനിയനോട് ഒന്നും തോന്നില്ലേ ഏട്ടാ? പോടെ ശവമേ, രണ്ടും ഇങ്ങോട്ട് ഒന്ന് നീങ്ങി നിന്നേ, ഞങ്ങളൊന്ന് ശരിക്ക് കാണട്ടെ. ദേവൂട്ടി പറഞ്ഞു കേട്ട് ഞങ്ങൾ രണ്ടും നിഷ്കുവായി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു നിന്നു. വർഷയാണെങ്കിൽ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലാണ്. അത് കണ്ടതും ഇതുവരെ കഷ്ടപ്പെട്ട് ബലം പിടിച്ചിരുന്ന ഞാനും ദേവൂട്ടിയും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് രണ്ടും ഞങ്ങളെ മിഴിച്ചു നോക്കുന്നുണ്ട്. പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതും പറഞ്ഞ് പഠിപ്പിലെങ്ങാനും ഉഴപ്പിയ രണ്ടിൻ്റെയും മുട്ടുകാല് തല്ലിയടിക്കും കേട്ടല്ലോ. പതിയെ ചിരിയൊക്കെ കൺട്രോൾ ചെയ്ത് അവരോട് പറഞ്ഞത് കേട്ട് രണ്ടും തലയാട്ടി അവിടുന്ന് സ്ഥലം കാലിയാക്കി. ഞാനും അവൻ്റെ പിറകെ പോകാൻ തുടങ്ങിയതും ദേവൂട്ടി എന്നെ പിന്നിൽ നിന്ന് വലിച്ച് അവളുടെ മുന്നിലേക്ക് നിർത്തി. ഞാൻ അവളെ ചോദ്യഭാവത്തിൽ നോക്കി. കണ്ണാട്ടാ, വെറുതെ ഒന്നും അറിയാത്ത പോലെ കളിക്കല്ലേ, സത്യം പറ, ആ ജീവന് നിങ്ങൾ എന്താ ചെയ്തത്? ഓ, ഇവൾക്കിത് എന്തിൻ്റെ കേടാ, ഒരു കീവൻ തെണ്ടി. എടി, ഞാനെന്ത് ചെയ്തു എന്നാ? ഞാൻ അവനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്താ അവന് പറ്റിയത്? ഓഹോ, അപ്പോൾ മാഷ്ക്കൊന്നും അറിയില്ല അല്ലേ? എന്നാ കേട്ടോ, ഇന്നലെ രാത്രി ജീവന് ആക്സിഡൻ്റായി. അവനിപ്പോൾ ഒന്നും ഓർമ്മയില്ലാതെ അങ്ങനെ കിടക്കുക. ഒരു പ്രത്യേക സ്റ്റൈലിൽ അവൾ പറഞ്ഞത് കേട്ട് എനിക്ക് ചിരി വന്നു. പെണ്ണിൻ്റെ തുറിച്ചു നോട്ടം കണ്ടതും എൻ്റെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. ദേവുട്ടി, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. അയ്യോ, എന്തൊരു നിഷ്കു കണ്ണേട്ടൻ. കണ്ണേട്ടൻ എന്തിനാ വെറുതെ ഓരോന്ന്? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്ക് കണ്ണേട്ടൻ മാത്രമല്ലേ ഉള്ളൂ, അതെന്താ ഓർക്കാത്തെ? അതും പറഞ്ഞ് പെണ്ണ് കണ്ണ് നിറക്കാൻ തുടങ്ങി. ഞാൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്ന് ഒരു കൈ അരയിലൂടെ ചുറ്റി മറുകൈ കൊണ്ട് അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു. എൻ്റെ പെണ്ണെ, ഇപ്പോൾ ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഉണ്ടായത്? അവൻ അർഹിക്കുന്നത് തന്നെയാ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. എനിക്കും നീ മാത്രമല്ലേ ഉള്ളൂടി ഗുണ്ടുവളകെ. ഒരു ചിരിയോടെ അതും പറഞ്ഞ് ഞാൻ അവളുടെ നെറ്റിയിൽ പതിയെ നെറ്റി മുട്ടിച്ചു. ഹാവു, നൊന്തുട്ടോ കണ്ണേട്ടാ. ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ട് ഞാനൊന്ന് സൈറ്റടിച്ച് കാണിച്ചു. എന്നിട്ട് പതിയെ കുനിഞ്ഞ് അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. ദേവുട്ടി ഒന്ന് പിടഞ്ഞുകൊണ്ട് എന്നോട് ചേർന്ന് നിന്നു. ഈ സമയത്തിങ്ങനെ ഓടിച്ചാടി നടക്കല കൊച്ചേ, അവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങിയിരിക്ക്. ഞങ്ങളെ കണ്ട് അടുത്തേക്ക് ഓടി വന്ന് ശ്രുതി ചേച്ചിയെ നോക്കി ഗീതമ്മ പറഞ്ഞു. ചേച്ചിക്ക് വിശേഷമുണ്ട്, അതറിഞ്ഞ് ഞങ്ങൾ കാണാൻ വന്നതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗീതമ്മേ. വിമലേട്ടൻ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാറില്ല. ശ്രീ, മുറിവൊക്കെ ഉണങ്ങിയോടാ? ആ, എല്ലാം മാറി ചേച്ചി, ഒരാഴ്ച കഴിഞ്ഞല്ലോ. അപ്പോഴേക്കും വിമൽ സാർ വന്നു. സാർ നേരത്തെ ആസ്ഥാന കുക്കായിരുന്നെങ്കിലും ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല. ഞാൻ കോളേജിൽ പോക്കില്ലെങ്കിലും എന്നെക്കൊണ്ട് എക്സാം എന്തായാലും എഴുതിക്കുമെന്ന വാശിയിലാണ് കണ്ണേട്ടൻ. അതുകൊണ്ട് എന്നെ വീട്ടിലെഴുതി പഠിപ്പിക്കുകയാണ്. അല്ലട സിദ്ധു, ഞങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പോൾ എന്താ നിങ്ങളുടെ പ്ലാൻ? ചായ കുടിക്കുന്നതിനിടെ സാറ് ചോദിച്ചു കേട്ട് ഞാൻ കണ്ണേട്ടനെ മിഴിച്ചു നോക്കി. കണ്ണേട്ടൻ എന്നെ ഒന്ന് ഇടങ്ങണിട്ട് നോക്കി ഒരു കള്ളച്ചിരി പാസാക്കി നോട്ടം മാറ്റി. എൻ്റെ പേരക്കുട്ടിയെ ലാളിച്ചിട്ട് എനിക്ക് കണ്ണെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ എന്തോ. ഡോൺ വറി ഗീതു, ഗീതുവിന് ഒന്നല്ല 2 പേരക്കുട്ടികളെ ലാളിക്കാനായിട്ട് ഞങ്ങൾ തരും അല്ലേടി? ഗീതമ്മയെ നോക്കി പറഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഞാൻ പകച്ച് പണ്ടാരടങ്ങി ഗീതമ്മയെയും ശ്രുതി ചേച്ചിയും സാറിനെയും നോക്കിയിട്ട് പിന്നെ കണ്ണേട്ടനെ നോക്കി കണ്ണുരുട്ടി. കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. രാത്രി മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടത് തുണി മടക്കി വെക്കുന്ന ദേവൂട്ടിയാണ്. ഞാൻ പതിയെ അവളുടെ പിന്നിലൂടെ ചെന്ന് ഇടുപ്പിലൂടെ കൈ ചുറ്റി വരിഞ്ഞു. എൻ്റെ സാമീപ്യം അറിഞ്ഞതും പെണ്ണ് ഞെട്ടി തിരിഞ്ഞു നോക്കി. കണ്ണേട്ടാ, ഒരിടർച്ചയോടെ അവൾ വിളിച്ചു. ഞാനൊരു കള്ളച്ചിരിയോടെ അവളെ എടുത്തുയർത്തി ടേബിളിലിരുത്തി. ആ മുഖമാകെ എൻ്റെ കണ്ണുകൾ ഓടി നടന്നു. ഓരോ ദിവസവും കഴിയുന്തോറും പെണ്ണിൻ്റെ ഭംഗി കൂടുകയാണ്. അവളിലേക്ക് അലിഞ്ഞു ചേരാൻ ഞാൻ കൊതിച്ചു. എൻ്റെ കൈ അവളുടെ ടോപ്പിൻ്റെ ഇടയിലൂടെ കടന്ന് ആ നഗ്നമായ വായിൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു. ഒപ്പം എൻ്റെ അധരങ്ങളും അവളുടെ മുഖമാകെ ഓടി നടന്നു. ദേവൂട്ടിയുടെ ശ്വാസഗതി ഉയർന്നത് ഞാൻ അറിഞ്ഞു. അവളുടെ ശരീരത്തിൽ നിന്ന് ഉയർന്ന വിയർപ്പിൻ്റെ ഗന്ധം എന്നെ മത്തുപിടിപ്പിച്ചു. അവളുടെ കഴുത്തിലൂടെ ലക്ഷ്യമില്ലാതെ നടന്ന എൻ്റെ ചുണ്ടുകൾ പതിയെ അതിൻ്റെ ഇണയിൽ ചേർന്നു. ആ അധരങ്ങൾ നുണഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി.
എന്നിലെ സ്നേഹം പൂർണ്ണമായി അവളിലേക്ക് ഒഴുകി. ഒരു മഴയായി അവളിലേക്ക് പെയ്തിറങ്ങി. ഒരു തളർച്ചയോടെ ആ മാറിലേക്ക് വീണു. രാത്രിയിലെ പണിയെല്ലാം തീർത്തു വന്ന ഇന്ദിര കണ്ടത് ഉമ്മറത്തെ ചാരുകസാലയിരിക്കുന്ന അരവിന്ദനെയാണ്. അരവിന്ദേട്ടാ, ഇതുവരെ ഉറങ്ങിയില്ലേ? ഇന്ദിരയുടെ ചോദ്യം കേട്ട് അയാൾ ആലോചനയിൽ നിന്ന് ഞെട്ടിയുണർന്ന് അവരെ നോക്കി. ഇല്ലടോ, ഉറക്കം വന്നില്ല. മോളെവിടെ? ഉറങ്ങിയോ? ഓ, അവൾ നേരത്തെ ഉറങ്ങി. എന്തു പറ്റിയേട്ടാ, ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നു? ഒന്നുമില്ലടോ, ഞാൻ ആലോചിക്കുകയായിരുന്നു, മനുഷ്യൻ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കുള്ള ശിക്ഷ ഭൂമിയിൽ തന്നെ അനുഭവിക്കുമെന്ന്. എന്താ ശരിയല്ലേടോ? പെട്ടെന്നുള്ള അരവിന്ദൻ്റെ ചോദ്യം കേട്ട് ഇന്ദിര നെറ്റി ചുടിച്ചു. എന്താ ഏട്ടാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജീവൻ അവൻ ചെയ്തു കൂട്ടിയതിലുള്ള ശിക്ഷ അവന് കിട്ടി, അതുപോലെ എനിക്കും. ഞാനും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇല്ല, ദൈവം ആരെയും വെറുതെ വിടില്ല. അരവിന്ദൻ്റെ ഉള്ളിൽ അനാവശ്യമായ ഒരു ഭയം നിറഞ്ഞു. എന്തിനാ ഏട്ടാ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കിട്ടുന്നത്? ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ചില്ലെങ്കിലാണ് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരിക. ഏട്ടൻ എന്തായാലും ഇപ്പോൾ പഴയ ആളല്ലല്ലോ, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതോർത്ത് ടെൻഷനാകാതെ വന്ന് കിടക്കാൻ നോക്ക്. മുറിയിലേക്ക് പോകുമ്പോഴും അരവിന്ദൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു. ശ്രുതി ചേച്ചിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞുകൊണ്ട് വിമൽ സർ ലീവ് എടുത്ത് അവളെ നോക്കി വീട്ടിലിരിപ്പാണ്. അതുകൊണ്ട് കണ്ണേട്ടന് കോളേജിൽ വർക്ക് കൂടുതലാണ്. ശരത്താണെങ്കിൽ അവൻ്റെ എക്സാം തീർന്നതേ ഇവിടെ വന്ന് തമ്പടിച്ചു. രണ്ടും കൂടി ഇപ്പോൾ ഭയങ്കര കുറുകലാണ്. ഇതിനിടയിൽ എൻ്റെ എക്സാമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഞാനിപ്പോൾ ഫുൾ ടൈം ഗീതമ്മയുടെ കൂടെ തന്നെയാണ്. ഇടയ്ക്ക് എൻ്റെ വീട്ടിലും ഞങ്ങൾ പോകും. പിന്നെ ഇപ്പോഴും കണ്ണേട്ടൻ്റെ വക സ്നേഹപ്രകടനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെ ഒരു വൈകുന്നേരം കണ്ണേട്ടൻ കോളേജിൽ നിന്ന് വരുന്നതും കാത്ത് ഞാൻ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയാണ്. മണി 10 കഴിഞ്ഞു. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി തുടങ്ങി. പെട്ടെന്ന് ഹോണടിയോടുകൂടെ കണ്ണേട്ടൻ്റെ ബുള്ളറ്റ് വരുന്നത് കണ്ടതും എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണേട്ടാ, എന്താ വൈകിയത്? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് കണ്ണേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. പക്ഷേ കണ്ണേട്ടൻ്റെ മുഖത്ത് പതിവ് തെളിച്ചയില്ല. ഗൗരവത്തിൽ തന്നെ എന്നെ നോക്കി. കാത്തിരിക്കാൻ മാത്രം എന്താ ഇവിടെ? ഇന്ന് ഉച്ചയ്ക്ക് എത്ര നേരം ഞാൻ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചു? എവിടെയായിരുന്നടി? കണ്ണേട്ടൻ കലിപ്പിൽ ചോദിച്ചിട്ട് അതുവരെ പുഞ്ചിരിയോടെ നിന്ന എൻ്റെ മുഖം വാടി. മുഖത്ത് സങ്കടം നിഴലിച്ചു. അത് ഞാൻ ഗീതമ്മയുടെ കൂടെ. ഗീതുവിൻ്റെ കൂടെ നിൽക്കാനല്ല, ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കാനാ ഞാൻ നിന്നെ കെട്ടിയത്. അതിന് പറ്റില്ലെങ്കിൽ പോയിക്കോ തിരിച്ച് നിന്റെ വീട്ടിലേക്ക്. കണ്ണേട്ടൻ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടി ആ മുഖത്തേക്ക് നോക്കി. കണ്ണേട്ടാ, എനിക്ക് നിർത്ത്. മതി നിൻ്റെ ഇവിടുത്തെ പൊറുതി. പോയി റെഡിയായി വാ. ഇനി നീ എൻ്റെ ഭാര്യയായി ഇവിടെ വേണ്ട. കണ്ണേട്ടൻ്റെ വാക്കുകൾ ഒരു ഇടിമിഴക്കും പോലെ എൻ്റെ കാതിലേക്ക് തുളച്ചു കയറി. കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. ഒരു മരവിച്ച മനസ്സോടെ ഞാൻ മുറിയിലേക്ക് നടന്നു. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്ന കണ്ണേട്ടനെ പെട്ടെന്ന് എന്തു പറ്റി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചാലിട്ടൊഴുകിയ കണ്ണുനീരിനെ ഞാൻ തുടച്ചു മാറ്റി. കണ്ണേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി തന്നെ ഉടുത്തു. ഇന്ന് രാവിലെ കൂടി കണ്ണേട്ടൻ ചുവപ്പിച്ചു വെച്ച സീമന്തരേഖ ആദ്യമായി ഞാൻ ചുവപ്പിച്ചു. ഗീതം ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാതെ കണ്ണേട്ടൻ എന്നെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. സന്തോഷത്തോടെ കണ്ണേട്ടനെ തൊട്ടിരുമ്മിയിരിക്കേണ്ട ബുള്ളറ്റിൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി ഞാൻ ഇരുന്നു. ഈ രാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് ചെന്ന അമ്മയും അച്ഛനും വർഷയൊക്കെ എന്ത് കരുതും? ഏറ്റവും സന്ദർശിക്കേണ്ട ഈ ദിവസം തന്നെ എല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നു. അറിയാതെ എൻ്റെ കൈ വയറിൽ തലോടി. വീട്ടിലേക്കുള്ള വഴി മാറി വണ്ടി പോകുന്നത് കണ്ട് ഞാനൊരു സംശയത്തോടെ കണ്ണേട്ടനെ നോക്കി. കണ്ണേട്ടാ, ഇതെങ്ങോട്ടാ? വീട്ടിലേക്കുള്ള വഴി? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അന്ത്യശാസനം പോലെ കണ്ണേട്ടൻ പറഞ്ഞതും ഭയം കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്പസമയത്തിന് ശേഷം ബുള്ളറ്റ് ചെന്ന് നിന്നത് ബീച്ചിൻ്റെ മുമ്പിലാണ്. സമയം ഏകദേശം 12 മണിയാകാറായതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു. വായു പൊളിച്ചിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങടി. കണ്ണേട്ടൻ്റെ ശബ്ദം വീണ്ടും കനത്തപ്പോൾ ഞാൻ വേഗം ഇറങ്ങി. പെട്ടെന്ന് കണ്ണേട്ടൻ എൻ്റെ കണ്ണ് രണ്ടും മൂടി. എന്തായാലും പിരിയാൻ പോവല്ലേ, അതിനു മുമ്പ് ഒരു ചെറിയ സർപ്രൈസ് ഇരിക്കട്ടെ. അല്പം മയത്തിൽ പറഞ്ഞുകൊണ്ട് എന്നെയും കൂട്ടി ആ മണൽപ്പരപ്പിലൂടെ നടന്നു. ഓരോ അടി മുന്നോട്ട് നടക്കുന്തോറും തിരമാലകൾ ശക്തിയായി കരയിലേക്ക് അടിക്കുന്ന ശബ്ദം കൂടി വന്നു. ഓക്കെ, നൗ ഓപ്പൺ യുവർ ഐസ് സ്ലോലി. എൻ്റെ കണ്ണിനെ മൂടിയിരുന്ന കൈകൾ മാറ്റിക്കൊണ്ട് കണ്ണേട്ടൻ പറഞ്ഞതും ഞാൻ പതിയെ കണ്ണു തുറന്നു. എൻ്റെ മുന്നിലുള്ള കാഴ്ച കണ്ട് ഒരു നിമിഷം ഞാൻ സ്തബ്ധയായി നിന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കടൽപ്പാലത്തിലാണ്. അതിൻ്റെ ഒരറ്റത്തായി ഒരു ചെറിയ ടേബിൾ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതിൻ്റെ ഒത്ത നടുക്കായി ഒരു കേക്കും. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ ദേവിക്കുട്ടി. വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ.
കണ്ണേട്ടൻ്റെ ആർദ്രമായ വാക്കുകൾ എൻ്റെ കാതിലേക്ക് അലയടിച്ചു. കൂടാതെ ആ ചുണ്ടുകളും എൻ്റെ കാതിലമർന്നു. ഞാൻ എന്നോ മറന്ന കാര്യം, എൻ്റെ പിറന്നാൾ. അച്ഛൻ മരിച്ചതിന് ശേഷം ഇങ്ങനൊരു ദിവസം ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. കണ്ണേട്ടനെ അഭിമുഖമായി തിരിച്ചു നിർത്തി. എൻ്റെ കണ്ണൊക്കെ തുടച്ചു വന്നു. ഈ കരച്ചിൽ ഞാൻ പ്രതീക്ഷിച്ചതാ. അമ്മാതിരി ഷോ ആണല്ലോ ഞാൻ കാണിച്ചു കൂട്ടിയത്. ഒന്ന് ഞെട്ടിക്കണമെന്ന് കരുതി തന്നെ ചെയ്തതാ. സംഭവം കളറായില്ലേ? എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണേട്ടൻ ചോദിച്ചുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കളിച്ചു കയറി. ഞാൻ ദേഷ്യത്തിൽ കണ്ണേട്ടനെ കാലിൽ കയറി കഴുത്തിലൂടെ കൈ ചുറ്റി ആ കവിളിൽ ആഞ്ഞു കടിച്ചു. ആ എടി വിടടി, ഭദ്രകാളി, എൻ്റെ കവിള്, അയ്യോ! കണ്ണേട്ടൻ വേദന കൊണ്ട് അലറിക്കരഞ്ഞതും ഞാൻ എൻ്റെ ദന്തങ്ങൾ കൊണ്ട് അവിടെ ഒരു സ്മാരകം പണിത് പിടിവിട്ടു. കണ്ണേട്ടൻ കവിളിൽ ഉഴിഞ്ഞുകൊണ്ട് എന്നെ നോക്കി. എന്തിനാടി എന്നെ കടിച്ചത്? ഞാൻ നിനക്ക് സർപ്രൈസ് തന്നതല്ലേ. അമ്മ, എൻ്റെ കവിള് പൊളിഞ്ഞു എന്നാ തോന്നുന്നത്. ആണോ? കണക്കായിപ്പോയി. വെറുതെ എന്നെ വിഷമിപ്പിച്ചിട്ടല്ലേ. നിങ്ങൾ നോക്കിക്കോ മനുഷ്യ, എൻ്റെ മോൻ ഇന്നങ്ങോട്ട് വന്നോട്ടെ. ഇതിനൊക്കെ ഞാൻ അവനെ കൊണ്ട് പകരം ചോദിക്കും. ഓ പിന്നെ, അവനിങ്ങോട്ട് വരട്ടെ. എന്താ നീ പറഞ്ഞേ? പെട്ടെന്നുള്ള ഫ്ലോയിൽ കണ്ണേട്ടൻ പറഞ്ഞത് പെട്ടെന്ന് ഞെട്ടി എന്നോട് വീണ്ടും ചോദിച്ചതും പതിയെ എൻ്റെ മുഖത്തെ ദേഷ്യം മാറി ചുണ്ടിൽ പുഞ്ചിരി ഒട്ടിട്ടു. ഞാൻ കണ്ണേട്ടൻ്റെ മുഖം എൻ്റെ കൈകളിൽ കോരിയെടുത്ത് ഞാൻ കടിച്ച ഭാഗത്ത് മൃദുവായി ചുംബിച്ചു. കഥ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ ഈ കഥയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് എന്തായാലും ചെയ്യണേ.